വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രത്യേക സൃഷ്ടി എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. എഫേസ്യർ 2:10 നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നിങ്ങൾ അതുല്യരും ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഒരു പ്രത്യേക സൃഷ്ടിയുമാണ്. ദൈവം നിങ്ങളെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അവൻ ഇതിനകം അത് പൂർത്തിയാക്കി. നിങ്ങൾക്ക് ആത്മീകമായി വളരാൻ ആവശ്യമായതെല്ലാം നൽകിയിട്ടുണ്ട്, വിജയകരമായ ജീവിതം നയിക്കാനുള്ളതും. നിങ്ങളുടെ ആത്മാവ് വളരെ സവിശേഷമാണ്. അതിന് സ്വർഗവുമായും പരിശുദ്ധാത്മാവുമായും ആശയവിനിമയം നടത്താൻ കഴിയും. നിങ്ങളുടെ ആത്മാവ് സവിശേഷമാണ്. നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ അത് സന്തോഷിക്കും. നിങ്ങൾ നിങ്ങളുടെ സ്നേഹപൂർവകരമായ ആരാധന അർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളെ നിറയ്ക്കുകയും നിങ്ങൾക്ക് ചുറ്റും അതുണ്ടായിരിക്കുകയും ചെയ്യും. കർത്താതി കർത്താവ് തൻ്റെ സ്വർഗീയ മഹത്വവും സ്വർഗത്തിലെ സുവർണ വേദികളും ഉപേക്ഷിച്ച് ഒരു അടിമയെപ്പോലെ തന്നെ താഴ്ത്തി. കാരണം നിങ്ങൾ പ്രത്യേകപ്പെട്ടവരാണ്. അവൻ നിങ്ങൾക്കായി ക്രൂശ് വഹിച്ചു. അവൻ്റെ വിലയേറിയ രക്തം ചൊരിഞ്ഞു. അവൻ നിങ്ങളെ എത്രത്തോളം ഉയർത്തിയിരിക്കുന്നു. അവൻ്റെ സൗമ്യതയും അനുകമ്പയും സ്നേഹവും നിങ്ങളെ മഹത്വപ്പെടുത്തുമെന്ന് സങ്കീർത്തനം 18:35 നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന് നിങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ലക്ഷ്യവും പദ്ധതിയുമുണ്ട്. നിങ്ങൾ അവൻ്റെ പ്രവൃത്തിയാണ്, അവൻ്റെ പ്രത്യേക സൃഷ്ടിയും അവൻ്റെ പ്രിയപ്പെട്ട പാട്ടും. അതിനാൽ നിങ്ങൾക്ക് ഒരിക്കലും സ്വയം താഴ്ന്ന അഭിപ്രായം ഉണ്ടാകരുത്, അപകർഷതാ ബോധമോ ഉണ്ടാകരുത്. നിങ്ങളെ അത്ഭുതകരമായി സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾ പ്രത്യേകപ്പെട്ടവരാണ്. കൂട്ടത്തിലെ ഒരു സാധാരണ ആടായി മാറുന്നത് നിർത്തുക. നിങ്ങളൊരു കൂട്ടത്തിന് മുന്നിൽ ഒരു വടി വെച്ചാൽ ആദ്യത്തെ ആടുകൾ അതിന് മുകളിലൂടെ ചാടും, മറ്റുള്ളവയെല്ലാം അത് പിന്തുടരും. ഒടുവിൽ നിങ്ങൾ ആ വടിയോ തടസ്സമോ നീക്കിയാലും അവർ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചിന്തിക്കാതെ വെറും ശീലത്തിൻ്റെ ബലത്തിൽ ആ സ്ഥലം ചാടിക്കൊണ്ടേയിരിക്കും. ജീവിത ലക്ഷ്യം എന്താണെന്നറിയാത്ത പലരുടെയും അവസ്ഥ ഇന്നിതാണ്. അക്കാലത്ത് ഇസ്രായേൽ മക്കൾ ഇസബേലിനെ അനുഗമിക്കുകയും വലിയ ജനക്കൂട്ടമായി വിഗ്രഹാരാധനയിൽ അകപ്പെടുകയും ചെയ്തു. അവർ കർത്താവിൻ്റെ പ്രത്യേക ആളുകളാണെന്നുള്ള വസ്തുത അവർ മറന്നു. അവർ ദൈവത്തിൻ്റെ നിത്യസ്നേഹം മറന്നു. എന്നാൽ എലിയ പ്രവാചകന് അറിയാമായിരുന്നു അവനൊരു പ്രത്യേക വ്യക്തിയാണെന്ന്. അവൻ സ്വർഗത്തിൽ നിന്ന് തീയിറക്കി കർത്താവായ ദൈവം മാത്രമാണ് യഥാർത്ഥ ദൈവം എന്ന് തെളിയിച്ചു. ദൈവമക്കളെ, കർത്താവ് നിങ്ങളെ അവൻ്റെ പ്രത്യേക ജനങ്ങളായി സൃഷ്ടിച്ചു. നിങ്ങളിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ കർത്താവിന് വേണ്ടി ഉറച്ചു നിൽക്കണം. അവൻ സർവശക്തനാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടി വീര്യപ്രവൃത്തികൾ ചെയ്യും. അവൻ മഹത്വത്തിൻ്റെ രാജാവാണ്. അവൻ നിന്നെ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് ഉയർത്തും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ഗലാത്യർ 3:26 ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 ദിനവൃത്താന്തം 1, 2, 3 അധ്യായങ്ങൾ. വൈകുന്നേരം യോഹന്നാൻ 10 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.